നമ്മളിന്ന് സംസാരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യകത എന്താണെന്നാണ്. ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ കണ്ട ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അവരൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ കയ്യിൽ അപ്പോഴുള്ള പണത്തിന് മൊത്തം അങ്ങ് വാങ്ങലാണ്. അങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോൾ അഥവാ ഡൈവേഴ്സിഫൈഡ് അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ വിചാരിക്കുന്നിടത്തോടെ സ്റ്റോക്ക് പോകണമെന്നില്ല. നമ്മുടെ പ്ലാനുകളോ നമ്മളുടെ അറിവോ നമ്മളുടെ നിഗമനങ്ങളോ ഒക്കെ തെറ്റിപ്പോയേക്കാം. ഈ സ്റ്റോക്ക് താഴേക്ക് പോയാൽ, അതിൻ്റെ പ്രൈസ് കുറഞ്ഞു പോയാൽ എത്ര കാലം നമ്മൾ വെയിറ്റ് ചെയ്യും? സ്റ്റോക്ക് ഉദാഹരണം പറയാനാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കൊക്കെ ഉണ്ട്. ഞാൻ മാർക്കറ്റിൽ വരുന്ന സമയത്ത് അന്ന് വളരെ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്ന ഹൈ ട്രേഡിംഗ് വോളിയമുള്ള ഇന്നുള്ള വിലയുടെ 10 ഇരട്ടി വിലയുള്ള പല സ്റ്റോക്കുകൾക്കും ഇന്ന് വെറും പെന്നി സ്റ്റോക്കിൻ്റെ വാല്യൂ മാത്രമാണുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഐഡിയ തന്നെ. അന്ന് ഐഡിയ മാത്രമായി നിന്നിട്ട് കൂടി അതിന് 100 രൂപ 110 രൂപ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐഡിയയും വോഡാഫോണും കൂടി ചേർന്നിട്ട് ഇവിടെ 10 രൂപ പോലും തികഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏതൊരു കമ്പനിക്കും ഒരു തകർച്ചയുടെ അല്ലെങ്കിൽ ഒരു മോശമായ ഘട്ടത്തിലേക്ക് പോയേക്കാം. ആ കമ്പനികൾ പോകുമ്പോൾ അവർക്കൊരു പ്ലാൻ ബി ഉണ്ടാകും. നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ബി ഉണ്ടോ? നമ്മുടെ കയ്യിൽ ആകെയുള്ള 10 ലക്ഷം രൂപ കൊണ്ടാണ് നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒറ്റ സ്റ്റോക്കിൽ മാത്രം നമ്മുടെ മുഴുവൻ പണവും നിക്ഷേപിക്കാൻ കഴിയുക? ഒരു കാരണവശാലും ചെയ്യരുത്. എന്നോട് സംസാരിക്കുന്നവരോട് തമാശ രൂപത്തിലാണെങ്കിലും ഞാൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മളൊരു പച്ചക്കറി കച്ചവടം നടത്തുകയെന്ന് കരുതുക. അതിൽ നിന്ന് തക്കാളി ചീഞ്ഞു പോയാലും വെണ്ടയ്ക്കയിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടിയാൽ മതി. അത് കുറച്ച് ലാഭം ചേനയിൽ നിന്ന് കിട്ടി, കുറച്ച് ലാഭം നമുക്ക് പയറിൽ നിന്ന് കിട്ടി. തക്കാളി ചീഞ്ഞു പോയി, അതുപോലെ ചേമ്പ് എലി കരണ്ടു. ഇങ്ങനെ 2 നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷെ ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുമ്പോൾ ഓവറോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെയാണ് സ്റ്റോപ്പ് ലോസുകളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ്റെയും പ്രാധാന്യവും ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ സിമ്പിളും ലളിതവുമായ ഈ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു 10 സ്റ്റോക്കിലായിട്ട് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കൃത്യമായി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് 2 സ്റ്റോക്ക് നമുക്ക് ലോസിൽ പോയി. ബാക്കി 8 എണ്ണത്തിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി വേണ്ട 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് 50% ലോസിലും 50% പ്രോഫിറ്റിലും ആയാൽ പോലും അദ്ദേഹത്തിന് പ്രോഫിറ്റാണ് ഉണ്ടാവുക. കാരണം 1 രൂപ നമ്മൾ നഷ്ടം വരുത്തുമ്പോൾ 2 രൂപ ലാഭം കിട്ടണം എന്ന റിസ്ക് റിവാർഡാണ് 1:2 എന്ന് പറയുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് 5 എണ്ണം 10 സ്റ്റോക്കിൽ 5 എണ്ണം ലോസിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഷ്ടം എത്രയാണ്? 5 രൂപ. അദ്ദേഹത്തിന് 5 എണ്ണം പ്രോഫിറ്റിലായി. അപ്പോൾ ലാഭം എത്രയാണ്? 10 രൂപ. അപ്പോൾ 10 - 5 രൂപ. അപ്പോഴും അദ്ദേഹത്തിന് ലാഭമാണ്. ഇത് കണക്കുകളിൽ പറയുന്നത് മാത്രമൊന്നുമല്ല, പ്രായോഗികമായി ഇത് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടാണ് മാർക്കറ്റിൻ്റെ പല സൈക്കിളുകളിൽ വലിയ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അതിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആയാലും ശരി, നമ്മുടെ കയ്യിൽ ആകെയുള്ള തുക ഇതാണ്. ആ തുക നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം തീർച്ചയായും ദയവായി നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളിലും ഓർത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം സാമ്പത്തിക പാഠങ്ങൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.